ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈറലായിക്കൊണ്ടിരുന്ന ഒരു കൊഴുക്കട്ടയാണ്. കുട്ടികൾക്ക് എപ്പോഴും ഒരേ രീതിയിൽ കൊഴുക്കട്ട തയ്യാറാക്കി കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നോളും. നമുക്കിതിന് പ്രത്യേകിച്ച് പരുവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതിയാവും. ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ ശർക്കരയുടെയൊക്കെ വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഉരുളാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ വഴറ്റി നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു തേങ്ങയുടെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ശർക്കര വെള്ളം ഒന്ന് ഊറി വരും. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതുവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കൊഴുക്കട്ടയുടെ മാവ് കുറച്ചൊന്ന് മയത്തിൽ കിട്ടും. അതുപോലെ തന്നെ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു മണവും ഉണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് കയ്യിലെടുത്തൊന്ന് ഉരുളയാക്കി മാറ്റി വെക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാവില് നമുക്ക് 8 കൊഴുക്കട്ട വരെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങും 8 ഉരുളകളാക്കി ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു ഫില്ലിംഗ് ഒന്ന് ഉരുളയാക്കി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. ക്രാക്കൊന്നും വരാത്ത രീതിക്ക് നമുക്കിതൊന്ന് ഉരുളയാക്കി എടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്കൊന്നും വരാത്ത രീതിക്ക് തന്നെ ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നടുവിലായിട്ട് നമുക്ക് പെരുവിരൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുഴി പോലെ ഒന്ന് ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫില്ലിങ് നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചൊന്ന് എടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അടച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുളയാക്കി എടുക്കാം. നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കൊഴുക്കട്ടയുടെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്ന് കിട്ടിക്കോളും. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ കൊഴുക്കട്ട നമുക്ക് അരി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് അളവിൽ ബസുമതി റൈസ് 2 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തതിന് ശേഷം വെള്ളം പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള അരിയാണിത്. ഈ അരിയുടെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അരിയൊക്കെ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് വന്നോളും. ഇപ്പൊ ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അരി കുതിർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അരി നല്ലതുപോലെ കുതിർന്ന് വന്നാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് വെന്ത് വരുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഒന്ന് ഫില്ലിംഗ് ഒക്കെ വെച്ചൊന്ന് റെഡിയാക്കിയതിനു ശേഷം അരി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട എല്ലാം വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കൊഴുക്കട്ടയും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കൊഴുക്കട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.